ആരാണ് CJ റോയ്? എന്തിനാണ് ഈ ആത്മഹത്യ? ഇതിന് പിന്നിൽ ആരൊക്കെ? വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയായ CJ റോയ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ്. അതെ, സാധാരണ ഒരു ജീവിതത്തിൽ നിന്ന് ബിസിനസ് ലോകത്തിലോട്ട് കടന്നു വന്ന ഒരാൾ. ലക്ഷറി ലൈഫ്, ബിഗ് നെറ്റ്വർക്ക്, ബിഗ് കോണ്ടാക്ട്. CJ റോയ് അഥവാ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ. അദ്ദേഹം പണ്ട് കേരളത്തിൽ നിന്നൊരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രൂപത്തിലൂടെ അദ്ദേഹം തൻ്റെ ബിസിനസ് രൂപീകരിച്ചു. ഇന്ന് അദ്ദേഹത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇന്നലെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയോടുകൂടി അദ്ദേഹം ആത്മഹത്യ ചെയ്യപ്പെട്ടു. എന്തിന്? 3 ദിവസമായി തുടർച്ചയായിട്ടുള്ള ED എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ ഇടയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. സമ്മർദ്ദം മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ പറയുന്നത്. അദ്ദേഹത്തിനല്ലാതെ ലീഗലി എന്തെങ്കിലും കടമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ പറയുന്നത്. റീസെൻ്റായിട്ട് കണ്ട പുള്ളിക്കാരൻ്റെ വീഡിയോയിലും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ദിവസം എൻഡ് ചെയ്യുന്നത് തന്നെ രാത്രി 12 മണിയോടുകൂടിയാണ്. അതുവരെ പുള്ളി ആ പ്രസൻറ്റിൽ ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അതുപോലെ പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ കണ്ട പല വീഡിയോകളുമുണ്ട്. പുള്ളിയെ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഫ്ലൈറ്റ് എന്തെങ്കിലും അപകടത്തിൽ അപ്പോൾ പെടുമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞാൽ പോലും അദ്ദേഹം സന്തോഷത്തോടുകൂടി ഡപ്പാങ്കൂത്ത് കളിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും ഹാപ്പി ആയിട്ടിരുന്ന ഒരാൾ ഈ ഒരു ചെറിയൊരു സമ്മർദ്ദത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം ആരാണ്? ഞാനിപ്പോൾ ഈ റീസെൻ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടും അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അദ്ദേഹം ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഹാപ്പിനെസ് എന്താണെന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ കാശിന് വേണ്ടിയല്ല പുള്ളി സിനിമ എടുക്കുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തോഷം അതാണ്. അദ്ദേഹം ഇത്രയും നിലയിൽ കെട്ടിപ്പൊക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടണമെങ്കിൽ ഇതിന് പിന്നിൽ ആരാണ്? ED ആണോ അതോ വേറെന്തെങ്കിലും ആണോ?